ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മളൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് നീണ്ട അവധി എടുത്തിട്ടാണ് നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ ഒരു വീഡിയോ ഒരു കണ്ടന്റ് അല്ല. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വെറുതെ ഇപ്പോൾ റമദാനൊക്കെയാണ്, അപ്പോൾ വീട്ടിലാണുള്ളത്. പിന്നെ പരീക്ഷ ടൈമൊക്കെയാണ്. ഇപ്പം ഇനിയിപ്പോൾ എനിക്ക് 2 പരീക്ഷയും കൂടി ഉണ്ട്. അപ്പോൾ ഇന്ന് ഭയങ്കര ചൂടാണ് കേട്ടോ. ഇപ്പം ഭയങ്കര ചൂടല്ലേ. അപ്പോൾ ഈ ഒരു ചൂടത്ത് നോമ്പൊക്കെ ആയിട്ട് ഇങ്ങനെ 2-3 ദിവസമായിട്ട് ഇങ്ങനെ വീഡിയോ ഇടണമെന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് അപ്പം ഭയങ്കര ക്ഷീണമൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ഉഷാറായിട്ട് വന്നുകൊണ്ട് നമ്മൾ വീഡിയോ ഇടുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ല. നമ്മൾ ജസ്റ്റ് നിങ്ങൾ കുറേ നാളായിട്ട് നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അതുകൊണ്ട് നമ്മളിങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ അടിപൊളി വെയിലും നല്ല ചൂടുമാണ്. അപ്പം ഞാനിപ്പം ഏതായാലും ഒരു വീഡിയോ ആയിട്ട് ഇങ്ങനെ വന്നതെന്ന് വെച്ചാൽ വെറുതെ വന്നതാണ്. റമദാനൊക്കെ ആയിട്ട് അപ്പോൾ എല്ലാവരും നോമ്പൊക്കെ ആയിരിക്കും മിക്കവാറും. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം നമ്മുടെ പൂച്ചകളൊക്കെ ഭയങ്കര ചൂടായിട്ടൊക്കെ ഉറക്കമാണ്. ഇപ്പം കുറച്ച് പേരൊക്കെ എണ്ണിറ്റിട്ടുണ്ട്. അപ്പോൾ ഏതായാലും അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. പിന്നെ നമ്മുടെ വണ്ടി കുറച്ച് നാളായിട്ട് വണ്ടിയൊക്കെ നമ്മൾ നിങ്ങളെ കാണിച്ചിട്ട് അപ്പോൾ നമുക്ക് ഏതായാലും അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാ നമ്മുടെ ഐശുവിൻ്റെ കുഞ്ഞും ഭയങ്കര ഇടി കേട്ടോ. കുറേ നേരം കൊണ്ടായിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയതും തൊട്ട് ഇടുക എന്ന് വെച്ചാൽ ഐശുവിന് എന്തോ ഒരു ദേഷ്യമുണ്ട്. അതുകൊണ്ട് ഇവിടെ എല്ലാം തീർക്കുമായിരുന്നു. സുറുമിയെ എന്തോ മോളെ ഐശു ചെയ്യുന്ന വിളിക്കുന്നു. ചെല്ലി വിളിക്കുന്നു. ഒരു ഹായ് പറഞ്ഞേ. ഒരു ഹായ് പറ. ഐശുമാ വിളിക്കുന്നു. വാ നമുക്ക് പോയി നോക്കാം. വാ എന്നിട്ട് വാ. ഐശു അങ്ങോട്ട് പോയിട്ടുണ്ട്. നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പുറത്ത് വന്ന് ഇപ്പുറത്ത് വന്നപ്പോൾ അടുത്തടിക്ക് വേണ്ടി ഇവിടെ വന്ന് കിടപ്പുണ്ട് കേട്ടോ ആള്. നമ്മൾ പോയി ഒളിച്ചെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ വന്ന് കിടക്കാണ്. എന്താ കുഴഞ്ഞ ഉള്ളി കിടപ്പൊക്കെ നോക്കി. ഉള്ളി കുഴഞ്ഞെന്ന് വെച്ചാൽ അടിയിട്ട് കുഴഞ്ഞടി നീ. എന്നോട്ടുണ്ട് ഇനി അടിയിടണ്ട സുറുമിയെ. ഐശു കഴിഞ്ഞില്ല എന്നെ പിടിച്ചെന്നെ. സുറുമിയും കൊണ്ട് തന്നെ നല്ലൊരു കടി കൊടുത്ത ഐശുവിന് നല്ലൊരു കടി കൊടുത്ത്. ഐശുവിന് നല്ലൊരു കടി കൊടുക്കടി. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ നമ്മളെ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാലേ ആ ഒരു ക്ഷീണമൊക്കെ അറിയാതിരിക്കത്തില്ല കേട്ടോ. നോമ്പൊക്കെ അല്ലേ. അപ്പം ജസ്റ്റ് ചൂടൊക്കെ ആയിട്ട് ഭയങ്കര ക്ഷീണം ഉണ്ടാവും. അപ്പോൾ ക്ഷീണം ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ പരീക്ഷയാണ്, ഇടയ്ക്ക് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുമ്പ് ഞാൻ കുറച്ച് ഓറഞ്ച് തൊലിയാണെങ്കിൽ എടുത്ത് ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഓറഞ്ച് തൊലി വെച്ച് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പിന്നെ എൻ്റെ മനസ്സിൽ വന്നു ആ ഒരു ഓറഞ്ച് തൊലി ഒരു ഇലയുടെ ഷേപ്പിലൊക്കെ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അത് പെയിൻറ്റ് ചെയ്യാന്നൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു. മറ്റേ ക്രാഫ്റ്റ് വീഡിയോ ഒക്കെ ചെയ്യുന്നവർ ഉപയോഗിക്കുന്ന ഒരു സാധനമുണ്ട്. മറ്റേ എന്താ പറയുക, ഒരു ഇല പോലെ വന്നിട്ട് അതിൻ്റെ അകത്ത് മെറ്റാലിക് പെയിൻ്റ് ഒക്കെ ചെയ്തിട്ടുള്ള. അപ്പോൾ ആ ഒരു സംഭവം പോലെ നമുക്ക് ആ കുറേ ഓറഞ്ച് തൊലി കണ്ടപ്പോൾ എനിക്ക് മനസ്സിൽ വന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞപ്പോൾ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ വീഡിയോയും കൂടി എടുത്തേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിപ്പം വീഡിയോയിലെ മുന്നിലേക്ക് വന്നു. ഇനിയിപ്പോൾ ഞാനത് ചെയ്തതെന്ന് കാണിച്ചു തരാം. എന്താണെന്ന് നിങ്ങൾക്ക് സംഭവം മനസ്സിലാവും. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. അപ്പം നേരെ നമുക്ക് വേണ്ടേക്കാം. ഐശു എന്താ കളിക്കുകയാണോ? നീ കളിക്കുകയാണോ ഐശു? സുബ്രു ഉണ്ട്, ഐശു ഉണ്ട് കേട്ടാ. അതായത് കളിക്കുകയാണ്. അതുങ്ങ സുബ്രു അതിങ്ങ മേടിച്ചേ. നമ്മുടെ സുറുമി വരുന്നു. സുറുമി ഓ ഐശു ഇതിങ്ങ നമ്മുടെ സുബ്രു കളിയാ. ഓ ഗൈസ്, സുബ്രുവേ അപ്പോൾ ഗൈസ് നമുക്ക് മണ്ടയ്ക്കോട്ട് പോവാം. അവരോടെ കിടക്കട്ടെ. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മൾ ഉണക്കി വെച്ച ആ ഒരു ഓറഞ്ചിൻ്റെ ചെറിയ പീസുകളാണ് കേട്ടോ. പിന്നെ ഇവിടെ വലിയ പീസുകളൊക്കെ നമ്മൾ പെയിൻ്റൊക്കെ അടിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അത് നോക്കി അത്യാവശ്യം ഇത് എൻ്റെ ഒരു മെറ്റാലിക് കളറൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഇതായത് കണ്ട നിങ്ങൾക്ക് അറിയായിരിക്കും ഈ ഒരു ഇതുപോലത്തെ നമ്മൾ സാധനങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇതുപോലെ ഇല പോലെ ഷേപ്പ് കട്ട് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ഇതാ ഒരു വലുതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വലുതിൽ നമ്മൾ ഗോൾഡ് അടിക്കാനുള്ള പ്ലാനാണ്. പിന്നെ ബാക്കിയൊക്കെ നമ്മളിങ്ങനെ ചെറുതായിട്ട് നമുക്ക് കിട്ടുള്ളൂ. കാര്യം വെച്ചാൽ ശരിക്കും വെയിൽ കൊണ്ടിട്ടാണ് എന്തായാലും ഉണങ്ങിയിട്ട് അതങ്ങ് പൊടിഞ്ഞു പോയി, കുറേയൊക്കെ പൊടിഞ്ഞു പോയിട്ടോ. അപ്പോൾ നമുക്ക് ഇത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് അടിക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് നമ്മളെ എല്ലാ പരിപാടിയും ചെയ്യുന്ന നമ്മുടെ മേളിലാണുള്ളത്. ഇത് ഈ ഒരു ഏരിയ നിങ്ങളെ കാണിക്കാൻ കഴിയത്തില്ല, കാര്യം വെച്ചാൽ ഫുൾ അലമ്പായിട്ട് കിടക്കാണ്, എല്ലാ സാധനങ്ങളും നിരന്ന് വാരിക്കിടക്കാണ്. അപ്പോൾ ഏതായാലും നമ്മൾ എന്താണ് ഈ ഒരു ചെയ്യുന്ന കാര്യം കാണിച്ചു തരാം. ഇപ്പോൾ അപ്പോൾ മേളിലാണുള്ളത്, ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ, അപ്പോൾ ഫാൻ പോലും ഇല്ല. അപ്പോൾ നമുക്ക് ഏതായാലും അതൊന്ന് ചെയ്യുന്ന കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മൾ ഏതായാലും ഇതിന് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ആമസോണിലൊക്കെ മേടിക്കാനും കിട്ടും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു ഓറഞ്ച് പോലെ കൊണ്ട് ഇത് ചെയ്തെടുക്കാനുള്ളൂ. ഇല്ലെങ്കിൽ ഇല എടുത്താലും മതി, ഇല ഉണക്കി ഇല എടുത്താലും മതി. ഇതാകുമ്പോഴത്തേനും കുറച്ചുകൂടി എന്തൊരു ഫീൽ ഉണ്ട് ഓറഞ്ച് പോലെ ആകുമ്പോൾ. അപ്പോൾ നമ്മൾ ചെയ്യാനായിട്ടുള്ള ഏരിയ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചാണ്, ഒരുപാടൊന്നും കാണിക്കുന്നില്ല. അതാണ് നമ്മളെ പെയിന്റ് പാട്ടൊക്കെയാണ്. അപ്പോൾ ഇതുണ്ട്, ഇന്നലെ നമ്മൾ വെറുതെ ഇരുന്നപ്പോൾ ചെയ്തൊരു സംഭവമാണ്. ഇതൊരു സ്പ്രേ ആണ്. അതിൻ്റെ അകത്ത് നമ്മൾ ബ്ലാക്ക് ഒക്കെ അടിച്ചിട്ട് ഇതാ നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നിപ്പം ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ അങ്ങനെ ആൾമോസ്റ്റ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് ഞാൻ എടുത്ത് കാണിച്ചു തരാം. ദ ഗോൾഡും അതുപോലെ തന്നെ ഒരു എല്ലാ കളറും നമ്മൾ ആൾമോസ്റ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ അടിച്ച ആ ഒരു കളർ ഫുള്ള് ഇതാണ് കേട്ടോ, ഒരു ഓറഞ്ച് തൊലിയിൽ അടിച്ചത് ഇതാണ്. അപ്പം ഏതായാലും നമുക്ക് ഇനിയിപ്പം അപ്പോൾ ഗൈസ് ഞാനിതാ ഒരാളെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. പേരെന്താ? സമറീൻ ഫാത്തിമ. സമറീൻ ഫാത്തിമ. വീടെവിടെ? അടുത്തെന്ന് പറയുമ്പോ ഏതാ? തൊട്ടപ്പുറത്തുള്ളതാണ്. പേര് സമറീൻ ഫാത്തിമ. ഒരു ഡാൻസുകാരിയാ. ഒരു ഡാൻസ് കളിക്കാമോ? അല്ല വേണ്ട അല്ലേ? ഇത്രയും നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഓരോ പരിപാടി ചെയ്യുമ്പോ ഇപ്പൊ അങ്ങാണ്ട് നോമ്പ് പിടിക്കാൻ അങ്ങോട്ട് കേൾക്കുമായിരുന്നു അല്ലേ? നോമ്പ് പിടിക്കത്തില്ലേ? പിന്നെന്താ ചോറ് കഴിക്കാൻ പോയതാണോ? ചോറ് കഴിക്കാൻ പോയതാ. ചോറ് കഴിച്ചാ? ഈ നോമ്പൊക്കെ പിടിക്കണം. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മള് കൊറേ നാളത്തേക്ക് ശേഷം കേട്ടോ ഇപ്പൊ ഞാൻ നിങ്ങളുടെ വീഡിയോയില് നമ്മുടെ വണ്ടി കാണിക്കുന്നത് അല്ലേ? ഈ വണ്ടി പോവാറില്ലേ? അടിപൊളിയല്ലേ വണ്ടി? അപ്പൊ ഗൈസ് ശരിക്ക് പൊടിയൊക്കെ അടിച്ചിട്ട് ഫുള്ള് അഴുക്കായിട്ടിരിക്കാണ് കേട്ടോ വണ്ടി. ഇങ്ങനത്തെ ഒരവസ്ഥയാണ്, മൊത്തം അഴുക്കാണ്. കാര്യം വെച്ചാല് ഇപ്പോഴത്തെ പൊടിയാണ് മൊത്തം. മൊത്തം പൊടിയാ അല്ലേ? ഇപ്പൊ സത്യം പറഞ്ഞാൽ വൃത്തിയാക്കുന്നില്ല. നേരത്തെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുമായിരുന്നു. ഫുള്ള് അഴുക്കായിട്ട് ഇവിടുത്തെ ലൈറ്റ് വരെ നമ്മൾ ഊരി മാറ്റി. ഇവിടെ ലൈറ്റ് ഉണ്ടായിരുന്നു, അതുവരെ നമ്മൾ ഊരി മാറ്റി. ഇനിയിപ്പോ നമുക്ക് സത്യം പറഞ്ഞാൽ എന്താ ഇതുണ്ട്, ഇവിടെ ഒരുപാട് വയറിങ്ങിന്റെ ഒക്കെ എല്ലാം പോയി. ഇതൊക്കെ നമ്മുടെ പൂച്ച അള്ളി കീറി ഫുള്ള് നാശമായിട്ടിരിക്കുകയാണ്. ഇന്നിപ്പോ നമ്മള് വണ്ടി റെഡി ആക്കും അല്ലേ? നല്ലൊരു പെയിന്റ് ഒക്കെ കൊടുത്തിട്ട് വണ്ടി റെഡി ആക്കത്തില്ലേ? ആക്കും വെച്ചാൽ ഇനി നമുക്ക് ഇപ്പം നമ്മൾ എന്ത് ചെയ്യും, പൊടിയൊക്കെ അടിച്ച് സെറ്റാക്കി എടുക്കും. ഓക്കെ, അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ നേരത്തെ നിങ്ങൾ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ പിന്നെ പള്ളിയിലൊക്കെ പോയിട്ട് പിന്നെ ഞാനും സംഭവം കൂടി കഞ്ഞിയൊക്കെ മേടിക്കാൻ പോയി അല്ലേ? നമ്മൾ കഞ്ഞി മേടിച്ചില്ലേ? അങ്ങനെ കഞ്ഞിയൊക്കെ പള്ളിയിൽ മേടിച്ചു. പിന്നെ വന്ന് കുറച്ചു നേരം ഖുറാനൊക്കെ ഓതി, അതിനുശേഷമാണ് ബാക്കി വീഡിയോ എടുക്കുന്നത്. ഇനിയിപ്പോ എന്താ പരിപാടി? ഇനിയിപ്പോ നമുക്ക് നോമ്പൊക്കെ ആയതുകൊണ്ട് എന്താണ് കുറച്ച് നോമ്പിന് വേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. അപ്പൊ നമുക്കൊരു ജ്യൂസ് അടിച്ചാലോ, കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസ് അടിച്ചാലോ? അപ്പൊ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസ് അടിക്കാൻ പോവാം. അപ്പൊ നോമ്പല്ലേ, അപ്പൊ അല്ലേ? അപ്പൊ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ അടിക്കുന്ന ഓരോ കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളെ സംഭവം ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അപ്പൊ കേസ് ചെയ്താലും നമ്മള് എന്താ ജ്യൂസ് അടിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പൊ നമ്മളോട് സംഭവം ഉണ്ട്. നമ്മള് ഹായ് എടുത്തേ. ഓക്കെ, അപ്പൊ നമ്മൾ ഏതായാലും ചെറിയ രീതിയിൽ വലിയ വെറൈറ്റി ഒന്നും അല്ല. അപ്പൊ നമ്മള് ജസ്റ്റ് തണ്ണിമത്തങ്ങ വെച്ചിട്ട് ജസ്റ്റ് നോമ്പൊക്കെ ആയിട്ട് നമ്മള് നല്ല ദാഹമല്ലേ, അപ്പം നമ്മളൊരു ജ്യൂസ് അടിക്കാൻ പോകണം. അപ്പൊ നിങ്ങൾക്കും ഇത് ചെയ്യാൻ നോക്കാവുന്നതാണ്. അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ കഴിച്ച് നമുക്ക് ഈ ഒരു ജ്യൂസ് അടിക്കാനായിട്ട് ഞാൻ കുറച്ച് തണ്ണിമത്തങ്ങ ഇവിടെ എടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പൊ നമ്മളെന്താ കുറച്ച് തണ്ണിമത്തങ്ങ കട്ട് ചെയ്യണം അല്ലേ സംഭവം? ആ സംഭവം ഉണ്ട് കേട്ടോ ഇവിടെ. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് തണ്ണിമത്തങ്ങ കിട്ടി. ഇനിയിപ്പോ നമുക്ക് ഇത് കുറച്ച് കൊത്തി കഴിഞ്ഞിട്ട് പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാവേ. അപ്പൊ ഇതൊന്ന് നമുക്ക് ജ്യൂസ് അടിച്ചെടുക്കണം. കൈ നോക്കാം, ചിലപ്പോ നല്ലതായിരിക്കും, ചിലപ്പോ പറയാൻ പറ്റത്തില്ല. അപ്പൊ എന്തായാലും നമ്മൾ നാരങ്ങയൊക്കെ പിഴിഞ്ഞാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പൊ ഗൈസ് നമ്മളിതിപ്പം നല്ല രീതിയിൽ അപ്പൊ ഇടുക. ഗൈസ് അടുത്ത് നമുക്ക് വേണ്ടത് നാരങ്ങയാണ് കേട്ടോ. അപ്പൊ നമുക്കിത് നാരങ്ങ കട്ട് ചെയ്യാം. ഒരുപാടായി കഴിഞ്ഞാൽ പുളിയായിരിക്കും. അപ്പൊ ഗൈസ് നമുക്ക് ഇതിന്റെ കുരുവൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം കുറെ കുരുവോ. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ. ഇത്രയൊന്നും വേണമെന്നില്ല, നമ്മൾ ചെറിയൊരു ഇഞ്ചി എടുക്കുക. എന്നിട്ട് അതൊന്ന് ചിരണ്ടി വൃത്തിയാക്കി എന്ത് ചെയ്യുക, ഇട്ട് കൊടുക്കുക. ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് ഒരു ശകലം എന്ത് ഞാൻ പിന്നെ പെടും. എന്തിന്? അപ്പൊ കൈസ് നമ്മള് ജ്യൂസ് അടിക്കാനായിട്ട് ഇതാ ഈ ഒരു ചെറിയ ബ്ലെൻഡറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഏതായാലും നമുക്കത് കുറേശ്ശെ ഇട്ട് കൊടുത്തേ ഇത് മിക്സ് ചെയ്ത് ജ്യൂസ് അടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഏതായാലും നമുക്ക് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇതൊരു അടിപൊളി, നമുക്ക് എല്ലാവർക്കും കുട്ടികൾക്കായാലും എല്ലാവർക്കായാലും യൂസ് ചെയ്യാവുന്ന അടിപൊളി ഒരു മിക്സറാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ഒരു കുപ്പിയുടെ അടപ്പ് പോലാണ് ഇരിക്കുന്നത്. ഇതാണ് അതിന്റെ മിഷ്യന്. ഇനിയിപ്പോ നമുക്ക് ഇട്ട് കൊടുക്കാം. ജ്യൂസ് ഇപ്പോഴേ കുത്തിയേണ്ട ആയിരിക്കും. ഉപ്പിടല്ലേട്ടാ. ഇല്ല, കുറച്ച് ഉപ്പിട്ട്. അത്ര ഉപ്പ് പറ്റത്തില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ആണെങ്കിൽ പിന്നെ വലിയ പ്രശ്നമില്ല. ഓ പഞ്ചസാര ഇട്ടാ പിന്നെ വലിയ പ്രശ്നമില്ല. 1 2 എത്ര സ്പൂൺ പഞ്ചസാരയാണ് സംഭവം? 3 പിന്നെ 10 5 സ്പൂൺ പഞ്ചസാര ഇട്ടേട്ടാ. ഇനി കഴിച്ച് നമ്മൾ അടുത്ത കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതിലേക്ക്. അപ്പൊ നമുക്ക് പുതിനയില ഇട്ട് കൊടുക്കാം. അപ്പൊ കഴിച്ച അടുത്ത് നമ്മൾ ഇതിന് കുറച്ച് വെള്ളം എടുത്തിട്ട് ഒഴിച്ചെടുക്കുകയാണ്. ഓക്കെ, അപ്പൊ കഴിച്ച് നമ്മൾ ഈ ഒരു മിഷ്യനെ വേണ്ട ഇതിലോട്ട് അങ്ങ് കമത്തുകയാണ്. എന്നിട്ട് നല്ല രീതിയിൽ അടച്ചു കൊടുക്കണം കേട്ടാ. എന്നിട്ട് നമ്മൾ തിരിച്ചു. ഇനിയിപ്പോ നമുക്ക് അരച്ചു കൊടുക്കാം. അപ്പൊ കഴിച്ച് അങ്ങനെ നമ്മുടെ ജ്യൂസ് അരച്ചുകൊണ്ടിരിക്കാൻ നല്ല അടിപൊളിയായിട്ട് ഇവിടെ അരയ്ക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു മെഷീൻ നമുക്ക് കുറേശ്ശെ ഇട്ട് അരയ്ക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് കുറേശ്ശെ അരച്ചിട്ട് ഫുള്ളൊന്ന് അരച്ചതിന് ശേഷം കാണാവേ. ഇനിയിപ്പോ ഗൈസ് അങ്ങനെ നമ്മളിതാ ജ്യൂസൊക്കെ നല്ല അടിപൊളിയായിട്ട് അടിച്ചേട്ടാ. ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കശീശും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ കുറച്ച് കശീശ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേനും അറിയത്തില്ലേ, എന്നിട്ട് കുറച്ച് നമ്മുടെ കഴിയുമ്പോൾ വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കട്ടോ. അപ്പൊ നമ്മുടെ ജ്യൂസിന്റെ പരിപാടി ഇത്രേ ഉള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നമുക്ക് അപ്പൊ ഗൈസ് അങ്ങനെ ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ കൊച്ചു വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൊച്ചു വ്ളോഗ് ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ശരി അതിന് വിട്. അപ്പൊ ഗൈസ് ഏതായാലും നമ്മൾ ചെറിയ ജ്യൂസൊക്കെ അടിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ നോമ്പ് പറ. അപ്പൊ ഇന്നിപ്പോ സമയമായി വരുന്നുണ്ട്. അപ്പൊ ഏതായാലും ഇന്നത്തെ ഒരു കൊച്ചു മിനി വ്ളോഗ് ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ ചെറിയ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴേക്കും ഞങ്ങൾ അടിച്ചു പൊട്ടിച്ചേക്കാം. ഏതായാലും നമ്മുടെ വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പൊ നമ്മുടെ സമ്മർ എന്ത് പറയാനുള്ള എന്തെങ്കിലും പറയണ്ട? അതെന്ത് ഒന്നും പറയാതെ ജ്യൂസ് അങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പൊ സമ്മർ ജ്യൂസ് കുടിച്ചേട്ടോ. അപ്പൊ അത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പം അല്ലേ സമ്മർ, ജ്യൂസ് അടിപൊളിയല്ലായിരുന്നു, സൂപ്പർ ആയിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ എൻ്റെ ചെയ്യണം. അപ്പൊ ലെറ്റ്സ് ഗോ. അപ്പൊ അടുത്ത കിടിലൻ വീഡിയോ കണ്ടു തന്നെ എല്ലാവരും